ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ കുറച്ച് നോട്ട് ഞാൻ തന്നായിരുന്നു, എന്നാലും ഒന്നുകൂടെ എഴുതുകയാണേ. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാ ടൈപ്പ് റേഡിയേഷനെ അബ്സോർവ് ചെയ്യുകയും എല്ലാ ടൈപ്പ് റേഡിയേഷനെയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ബോഡിനെയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതായത് ഇപ്പം നമ്മൾ ഒരു ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് നമ്മൾ ചൂടത്ത് വെയിലത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനാണ്. ബ്ലാക്ക് കളർ തന്നെയാകണം ബ്ലാക്ക് ബോഡിക്ക് എന്ന് നിർബന്ധമൊന്നുമില്ല, മനസ്സിലായോ? അതായത് എല്ലാ ടൈപ്പ് റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുകയും എല്ലാ ടൈപ്പ് റേഡിയേഷനെയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന റേഡിയേഷൻസിനെയാണ് നമ്മൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറയുമ്പോൾ അങ്ങനെയായിരിക്കും. പക്ഷെ എപ്പോഴും ഒരു ഐഡിയൽ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇത് ഞാൻ ഓൾറെഡി നേരത്തെ എഴുതിപ്പിച്ചത് തന്നെയാണ്, അതൊന്നുകൂടെ ഒന്ന് എഴുതുകയാണ്. an ideal black body, an ideal body which emits and absorb all frequencies of radiation is called a black body. And the radiation emitted by such a body is called black body radiation. ഓക്കെ, ഇനിയും ഇതിനകത്തെ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അതായത് ഈ നമ്മളിപ്പം ബ്ലാക്ക് ബോഡി എല്ലാ ടൈപ്പ് റേഡിയേഷനും അബ്സോർബ് ചെയ്തിട്ട് ഇത് എമിറ്റ് ചെയ്യത്തില്ലേ? ഈ എമിറ്റ് ചെയ്യുന്നത് അതിന് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മൂലം ഉണ്ടാകുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു സെക്കൻഡ് നിങ്ങളെ, ഓക്കെ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എന്താണെന്നറിയാമോ? അതായത് ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഈ വേവ് ലെങ്ത് വളരെ കുറവുള്ള ഒരു കളർ ഏതായിരിക്കും? വേവ് ലെങ്ത് വളരെ കുറവുള്ള വിബ്ജിയോർ ലൈറ്റും വേവ് ലെങ്തിന് വേവ് ലെങ്ത് കുറവുള്ള ലൈറ്റ് ഏതാ? വയലറ്റ് ആണ്, അല്ലെ? വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ, ആ ഒരു റേഞ്ചിലാണ് വേവ് ലെങ്ത് കുറവ്. എന്നാൽ റെഡിന് എന്തായിരിക്കും? വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും, ഇല്ലേ? ശരിയല്ലേ? അതായത് നമ്മൾ ഒരു ബ്ലാക്ക് ബോഡി, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുമ്പ് ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് ബിഹേവ് ചെയ്യാം. ഇരുമ്പിനെ നമ്മൾ ചുട്ടു പഴുത്ത അല്ലെങ്കിൽ തീച്ചൂളയിലിട്ടാണല്ലോ മറ്റേ വെട്ടുകത്തിയും കത്തിയും ഒക്കെ അങ്ങനെയല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു ഇരുമ്പ് എടുത്തിട്ട് അതിനെ നമ്മൾ തീച്ചൂളക്കകത്ത് ഇട്ടിട്ട് നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആദ്യം ഇത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അല്ലെങ്കിൽ ആദ്യം ഇത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, ചൂടാക്കുന്ന സമയത്ത് അത് ചുട്ടു പഴുകും. നമ്മൾ വിചാരിക്കുക അതിന്റെ കളറ് എന്താണ്, റെഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആദ്യം അതൊരു ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. ബ്ലൂ ഷെയ്ഡ് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞ് ബ്ലൂ എന്താ പെതുക്കെ ഒരു യെല്ലോയെ ഓറഞ്ച് ആ ഒരു കളറിലേക്ക് പോയിട്ട് പിന്നെ അവസാനമാണ് റെഡ് കളറിൽ ചുട്ടു പഴുക്കുന്നത്. അതെന്താണെന്നറിയോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അതിന്റെ അല്ലെങ്കിൽ എന്താണ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ വേവ് ലെങ്ത് കൂടും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം എന്താണ് ചുട്ടുപഴുത്ത അവസ്ഥ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഇരുമ്പിനെ ചൂടാക്കുന്ന സമയത്ത് ഇരുമ്പ് എന്ത് സംഭവിക്കുന്നു? ഇരുമ്പിനെ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ലൈറ്റ്, അത് ചൂടാകുന്ന സമയത്ത് ആദ്യം അത് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലൂ ആയിരിക്കും. പിന്നീട് അത് പെതുക്കെ കളർ ചേഞ്ച് ചെയ്ത് അവസാനമാണ് അത് ചുട്ടുപഴുത്ത റെഡ് കളറിലേക്ക് എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാണ്. ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, നമുക്കൊരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു
ഇതും കൂടെ പഠിക്കണേ. കാരണം ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ആണ് നമുക്ക് ലൈറ്റിന്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫിനോമിന. അത് രണ്ടും പഠിക്കണം. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വലിയ ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അടുത്ത വർഷമുണ്ട്. ഓക്കെ, അപ്പൊ the frequency distribution frequency distribution of radiation frequency distribution of radiation emitted from a black body depends on its temperature. അടുത്ത ഡോട്ട് എഴുതാം. at a given temperature intensity of radiation emitted increases. ഇത് ഇന്റൻസിറ്റി കൂടുന്നതെന്ന് പറഞ്ഞാൽ റെഡ് കളറിലേക്ക് വരുന്നു എന്നർത്ഥം. ഇന്റൻസിറ്റി ഓഫ് റേഡിയേഷൻ എമിറ്റഡ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ വേവ് ലെങ്ത് ആൻഡ് റീച്ചസ് എ മാക്സിമം വാല്യൂ at a given wavelength and then start decreasing and then start decreasing. അത്രയും മതി. ഒരു ഡോട്ട് ഇട്ട് ഒരു കാര്യം കൂടെ എഴുതിക്കൂ. the phenomenon of black body radiation was first explained by Max Planck by quantum theory. ഒരു സൈഡ് ആരോ ഇട്ടിട്ട് according to this theory atoms and molecules could emit or absorb energy not in a continuous manner but discontinuously in small packets of energy called quanta or photon. അതായത് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനെ പറ്റി ആദ്യം പഠിച്ച അല്ലെങ്കിൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് മാക്സ് പ്ലാങ്ക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസിനും മോളിക്യൂൾസിനും എല്ലാം എനർജിനെ എമിറ്റ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്.
പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല, കുറച്ച് കുറച്ചായിട്ടാണ് എമിറ്റ് ചെയ്യുന്നത്. അബ്സോർബ് ചെയ്യുന്നതും കുറച്ച് കുറച്ചായിട്ടാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന സമയത്ത് രാവിലെ ഉച്ചയ്ക്കതും വൈകിട്ടത്തെ ഒരുമിച്ച് ഒറ്റയടിക്ക് അത്രയും എമൗണ്ട് കഴിക്കുമല്ലോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ രാവിലെ ചായ കുടിക്കുന്നു, ഒരു 9 മണിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നു. എന്താണ് 10 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 1 മണിയാകുമ്പോൾ നമ്മൾ ഉണ്ണുന്നു, വൈകിട്ട് 4 മണിയാകുമ്പോൾ ചായയും സ്നാക്ക് കൂടെ കഴിക്കും, 6 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 7 മണിയാകുമ്പോൾ വിശന്ന എന്തെങ്കിലും കഴിക്കും, അല്ലെങ്കിൽ പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കും, അല്ലേ? അപ്പം ഇങ്ങനെ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് കഴിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ടല്ല കഴിക്കുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ആറ്റംസ്. എല്ലാ ആൾക്കാർക്കും, എല്ലാ ആറ്റംസിനും എനർജീനെ അബ്സോർബ് ചെയ്യാനും എനർജീനെ എന്താണ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ടല്ല എമിറ്റ് ചെയ്യുന്നത്. എന്താണ് ചെറിയ ചെറിയ പാക്കറ്റ് ഓഫ് എനർജി ആയിട്ടാണ്. ആ പാക്കറ്റ് ഓഫ് എനർജീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്വാണ്ട, അഥവാ ലൈറ്റിന്റെ കേസ് ആണെങ്കിൽ അതിനെ ഫോട്ടോൺ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ദ എനർജി ഓഫ് റേഡിയേഷൻ is directly proportional to frequency E directly proportional to nu. E directly proportional to nu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയുമോ? ഈ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്നർത്ഥം. അതായത് നിങ്ങൾ ജോഗ് ചെയ്യുവാന്ന് വിചാരിക്കുക, നിങ്ങൾ അതായത് ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ ജോഗ് ചെയ്യുവാന്ന് വിചാരിക്കുക, ഒരു ഇൻസ്റ്റൻസ് നിങ്ങൾ 100 മീറ്റർ റേസിന് ഓടുകയെന്ന് വിചാരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി എക്സ്പെൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും ആരോണെ? റണ്ണിങ് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് വേവ്സ് ഇൻ 1 സെക്കൻഡാ. ഇപ്പം ഓടുന്ന കേസിൽ നമ്മുടെ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ 1 സെക്കൻഡാ. ഓടുന്ന സമയത്ത് 100 മീറ്റർ റേസ് ഒരു 10 സെക്കൻഡിനുള്ളിൽ ഓടി തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിൽ നമ്മൾ ഒരു 4 സ്റ്റെപ്പ്, 4 അല്ല അതിന് മുകളിലോട്ട് വെക്കാനായിട്ട് ഒരു ഇത് വേണം, അല്ലെ? 4 സ്റ്റെപ്പ് മിനിമം കൂട്ടിക്കും. എന്നാൽ ജോഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പേ ഒരു സെക്കൻഡിൽ വെക്കത്തുള്ളായിരിക്കും. അപ്പൊ അവിടെ ഒരു സെക്കൻഡിൽ ഒറ്റ സ്റ്റെപ്പും ഒരു സെക്കൻഡിൽ 4 സ്റ്റെപ്പും എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി കൂടുതൽ, ഒരു സെക്കൻഡിൽ 4 സ്റ്റെപ്പാണ്, ശരിയല്ലേ? 4 വേവ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ് ഒരു സെക്കൻഡിൽ 4 സ്റ്റെപ്പ് ഉണ്ടാകുന്നത്, ഇല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഫ്രീക്വൻസി കൂടുതലാണ് നമ്മുടെ, അപ്പൊ നമുക്ക് എനർജി കൂടുതലായിരിക്കും. ഇത് തന്നെയാണ് നമ്മുടെ മാക്സ് പ്ലാൻസ് പറയുന്നത്. ഏത് റേഡിയേഷൻസ് എല്ലാം വേവ് പോലെ വരുന്നത്. ഫ്രീക്വൻസി കൂടിയ വേവിന് എനർജി കൂടുതലായിരിക്കും. നമ്മൾ സ്പെക്ട്രത്തിനകത്ത് പറയുകയാണെങ്കിൽ ഗാമ റേക്ക് ഫ്രീക്വൻസി വളരെ കൂടുതലാണ്, അപ്പൊ അതിന് ഗാമ റേക്ക് എനർജി കൂടുതലാണ്. അതുകൊണ്ട് അതിന് വേണേൽ ഭിത്തി തുളച്ച് കയറി അപ്പുറത്തിറങ്ങാനായിട്ടുള്ള കഴിവ് വരെയുണ്ട്. മനസ്സിലായോ? അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇദ്ദേഹം ഇതൊരു റിലേഷൻ ആണ്, പക്ഷെ ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി മാറ്റേണ്ട ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ചെയ്യണം. E ഈക്വൽ ടു എന്താ? എച്ച് ന്യൂ എന്ന് വന്നു. ഈ എച്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റന്റ് ആണ്, അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, PLANCK, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H ഈക്വൽ ടു 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് ആണ്. ഇത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കുക.